ഹായ് ഗൈസ്, വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണു. നമ്മളിവിടെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. ബട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പറഞ്ഞ മാതിരി ഒരു 6 months നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പം അമ്മ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് നാളത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ കൂടെ കൂട്ടി എല്ലാവർക്കും കാണിക്കാം എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് കുറേ പേര് അമ്മ ഇവിടെ വന്നിട്ടുള്ള വീഡിയോസിനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു, പ്രത്യേകിച്ച് അമ്മ ചെയ്ത റീൽസിനൊക്കെ കേട്ടോ. അമ്മ ഒരു KPSC ലളിതയായി മാറിയിരിക്കുകയായിരുന്നു ഈ ഒരു സീസണിൽ കേട്ടോ. പഴയ അഭിനയിക്കാൻ അറിയാമായിരുന്നു എന്നുള്ള കഴിവുകളൊക്കെ പൊടി തട്ടിയെടുത്തു. പ്ലസ് നമ്മളിവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റി കേട്ടോ. ലക്കലി നമുക്ക് വലിയ വെതർ ഇഷ്യൂസ് കാര്യമായിട്ട് വന്നില്ല അല്ലേ? തണുത്തു തണുത്ത് വരുന്നേ ഉള്ളൂ. അമ്മയ്ക്ക് കുറേ പ്രിക്കോഷനൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ അസുഖങ്ങൾ അവിടെ ഇവിടെയും കുറച്ചൊക്കെ ഒന്ന് വന്നു. സാശു ഓരോന്ന് ഡേ കെയർന്നുകൊണ്ട് ഫ്ലൂ ബിളി അതൊക്കെ കൊടുത്ത് അങ്ങനത്തെ കുറച്ച് വയ്യായകൾ അവിടെ ഇവിടെ ഓരോ വീക്സിലുണ്ടായി. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ കുറേ കറങ്ങാൻ പറ്റി എനിക്കും. ബിക്കോസ് ഞാൻ പ്രിഡോമിനൻ്റ്ലി വർക്ക് ഫ്രം ഹോം ചെയ്യുന്നതായിരുന്നു അമ്മയോടെ ഉള്ള ടൈമിൽ. ഞാൻ once a month ഓഫീസിൽ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ വീട്ടിൽ ഉള്ളപ്പോഴും ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങി അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ വീക്കെൻഡ്സ് എന്തായാലും. പിന്നെ ഞാൻ ഫ്രൈഡേയ്സ് ഒക്കെ ഓഫ് എടുത്ത് അങ്ങനെ കറങ്ങലും ഒക്കെ ആയിരുന്നു. അതിൻ്റെ കുറേ വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷേ കാണാത്തയും കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ഇപ്പോൾ ഒരു സ്പെസിഫിക് ഡേ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയ അത്ര കോണ്ടന്റ് ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. ബട്ട് ഐ ഹാവ് ബീൻ ക്യാപ്ചറിങ് ലൈക്ക് സം ഗുഡ് മെമ്മറീസ് ആൻഡ് ഐ തോട്ട് അത് നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ അമ്മയോടും ചോദിച്ചു നോക്കാം അമ്മയുടെ ഒരു ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അമ്മ പോണേൻ്റെ കുറച്ച് ദുഃഖങ്ങളും കൂടെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. ഓക്കെ, പറഞ്ഞ മാതിരി 6 മാസം ഉണ്ടായിരുന്നു അമ്മയുടെ. 6 മാസമായിട്ട് തോന്നിയില്ല അല്ലേ? പെട്ടെന്ന് പോയി. സമയം ഇവിടെ വേഗം പോണത് ഭയങ്കര ഒരു കാര്യമായിട്ട് അമ്മയ്ക്ക് തോന്നി. ഞാൻ പണ്ട് നാട്ടിലൊക്കെ ഇങ്ങനെ പറയേ എനിക്ക് അതിനൊന്നും നേരമില്ല, എവിടെ അമ്മയെ നേരം എന്നൊക്കെ. പക്ഷെ അത് ആക്ച്വലി അമ്മ ഇവിടെ വന്നിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തത്. ദാറ്റ് നമുക്ക് ആക്ച്വലി ഇവിടെ സമയം പടപടയെന്നാണ് പോണേ. ഇപ്പൊ 6 മാസം എങ്ങനെയാ പോയത് തന്നെ ഒരു ഐഡിയ ഇല്ല. അമ്മയുടെ തന്നെ ചില ഫ്രണ്ട്സ് ഒക്കെ നീ പോയിട്ട് 3-4 മാസമായില്ലേ, അല്ല ഹാഫ് എ ഇയർ ആയി ഇവിടെ വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ സമയം വേഗം പോയി. പക്ഷെ ദാറ്റ്സ് ഓൾസോ ബിക്കോസ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു. ഞാൻ കഴിയണതും നമ്മൾ വീട്ടിലിരിക്കാതെ പറ്റണത്ര പുറത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുക എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഫുൾ പ്ലാനിങ് ഒക്കെ ചെയ്തിരുന്നത്. വാട്ട് ഷീ ലൈക്സ് ടു സീ. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അമ്മയ്ക്ക് ഈ 6 മാസത്തിലെ ബ്ലൂ മൗണ്ടൻ. ഓക്കെ, അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. എന്തായാലും ബ്ലൂ മൗണ്ടൻ ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഗോൾഡ് കോസ്റ്റ് പോയത് വലിയ ഇഷ്ടമായി. ഗോൾഡ് കോസ്റ്റ് നമ്മളൊരു ട്രിപ്പ് അടിച്ചിരുന്നു, റോഡ് ട്രിപ്പ് ഒക്കെ അടിച്ചിരുന്നു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് മീരയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയതാണ്. ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ് ദാറ്റ് നമുക്ക് ആ ഒരു ടൈം എല്ലാവരുമായിട്ട് പോകാൻ പറ്റി. മീരയുടെ പേരൻസും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ ഗോൾഡ് കോസ്റ്റ് ട്രിപ്പ് അടിച്ചിരുന്നു. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ആക്ച്വലി കപ്പിൾ ഓഫ് വീഡിയോസ്, ഐ തിങ്ക് 3 or 4 വീഡിയോസ് ഞാൻ ഗോൾഡ് കോസ്റ്റിൻ്റെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്രയും ഉണ്ടായിരുന്നു അവിടെ കവർ ചെയ്യാൻ. സോ ദാറ്റ് വാസ് നൈസ്. ബ്ലൂ മൗണ്ടൻ ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ട്രിപ്പുകൾ അടിക്കാൻ പറ്റി. ആൻഡ് മോസ്റ്റ് റീസെന്റ് നമ്മൾ കാൻബറ പോയി. ക്വയറ്റ് ആയിട്ടുള്ള സിറ്റി കാണാൻ കുറെ ഉണ്ട്. എന്നാലും പാർലമെന്റ് പാർലമെന്റ് വാസ് വർത്ത് വിസിറ്റിംഗ് തോന്നി അമ്മയ്ക്ക്. അത് ഇഷ്ടപ്പെട്ടു. നാൻറ്റിയൻ ടെമ്പിൾ പോയ യെസ്, അതും ഞാൻ വീഡിയോ ചെയ്തിരുന്നു. റീസെന്റ് ഇട്ട വീഡിയോ തന്നെയാണ് അത്. ബോളോങ്ങോങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോയി കണ്ട് നാൻറ്റിയൻ ബുദ്ധിസ്റ്റ് ടെമ്പിൾ. ദാറ്റ് വാസ് ഓൾസോ നൈസ് തിങ് ടു വിസിറ്റ്. നല്ലൊരു എന്താ പറയുക പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലം. അപ്പം അത് കാണാനും വലിയ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ലോക്കൽ ട്രിപ്സ് അടിച്ചതിൽ ഏറ്റവും ഓർമ്മ വരുന്ന സ്ഥലം ഏതാ? ലോക്കൽ ട്രിപ്സ് അത് നമ്മൾ സിറ്റി പോയിട്ട് ബ്രിഡ്ജ് കാണാൻ പോയില്ലേ നമ്മള്? ഓപ്പറ ഹൗസും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. അതിന് ഞാൻ വീഡിയോ സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ അതൊക്കെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. സിറ്റിയിൽ കപ്പിൾ ഓഫ് ട്രിപ്സ് നമ്മൾ അടിച്ചിരുന്നു. പക്ഷെ അതിൽ നമ്മൾ ഈ ഹാർബർ ബ്രിഡ്ജും ഓപ്പറ ഹൗസൊക്കെ കാണാൻ പോയ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് വലിയ ഇഷ്ടപ്പെട്ടിരുന്നു. ഓപ്പറ ഹൗസും അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, നമ്മള് ഇപ്പൊ അമ്മ ലാസ്റ്റ് വന്നത് 2010-ലാണ്. അല്ല 2013-ല്. 2013-ലാണ് അമ്മ ലാസ്റ്റ്
സിഡ്നി വന്നത്. ജനിച്ചപ്പോ സാനു ജനിച്ച സമയത്ത് അമ്മ വന്നിരുന്നു. അപ്പൊ അന്ന് കണ്ട ഓസ്ട്രേലിയ ഇന്ന് ഇപ്പൊ കണ്ട ഓസ്ട്രേലിയ നമ്മൾ എന്താ വ്യത്യാസമുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നത് തന്നെ വ്യത്യാസമുണ്ട്. സ്ഥലം തന്നെ പറയാം. അന്ന് നമ്മള് പാറ്റ്സ്റ്റോ എന്നൊരു സ്ഥലത്തായിരുന്നു. ഇപ്പൊ കെലിവില്ലാണ്. അപ്പൊ അന്ന് നമ്മുടെ ഈ വീടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പുതിയ വീട് വെച്ചു. അത് കാണാൻ പറ്റി. അതെ, ചിമിട്ടുകളുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി കുറെ ദിവസം. അത് നല്ല ഒരു അനുഭവമാണത്. അതെ അതെ, ചെറുതൊക്കെ നല്ല പറഞ്ഞ് അങ്ങനെയാണ്. ചെറുത് മൂത്താള് സ്കൂൾ പോണ കാരണം അവൾക്ക് അത്ര ടൈമില്ല, എന്നാലും ഉള്ള സമയത്ത് വീട്ടിലെപ്പോഴും. അതെ, എപ്പോഴും കേട്ടോ കുട്ടികൾ. ഇപ്പൊ ഞാൻ പിക്ക് ചെയ്യാൻ പോയി ചിലപ്പോ അമ്മ എപ്പോഴും എന്റെ കൂടെ വരും. പക്ഷെ എങ്ങാനും ഇപ്പൊ എന്തെങ്കിലും എന്തോ ഉണ്ടാക്കുകയാണ്, ഇപ്പൊ ഇറങ്ങണില്ല, എന്നിട്ട് ഞാൻ മാത്രം പോയി വന്നാലും ആ ചെറുതൊക്കെ ആദ്യം ഇങ്ങനെ തപ്പും കാർ സീറ്റിൽ തന്നെ ചോദിച്ചമ്മ എന്റെ അച്ഛൻ അങ്ങനെയാണ്, അത് അങ്ങനെ ചോദിക്കൂ, മയത്തിലൊന്നും ചോദിക്കില്ല. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിട്ടോ. സോ ദാറ്റ് ഈസ് ലൈക്ക് ആക്ച്വലി ഭയങ്കര കാര്യം. ബിക്കോസ് യൂഷ്വലി അതെ നമുക്ക് 1 month ഹോളിഡേ നാട്ടില് പോകുമ്പോ അല്ലെങ്കിൽ കുറച്ച് കാലല്ലേ കാണാൻ പറ്റുള്ളൂ. അതെ അതെ, കുറച്ച് 5-6 മാസം കിട്ടി കുട്ടികൾക്ക് അതൊരു ചേഞ്ചും കൂടെ ആണല്ലോ. ബിക്കോസ് അതർവൈസ് നമ്മൾ മാത്രമുള്ള ഒരു വീട്ടിൽ പിന്നെ ഒരാളും കൂടെ ഉണ്ടാവുമ്പോൾ ദെൻ യുനോ ദ ഹോൾ ഡൈനാമിക്സ് ഇസ് ഡിഫറെന്റ്. അപ്പോൾ കുട്ടികൾക്ക് അത് ആക്ച്വലി ബെനിഫിഷ്യൽ ആണ്. ഞാൻ ആക്ച്വലി ഒരു കാര്യം വിചാരിച്ചിരുന്നത് 2 പേരും കുറച്ചും കൂടെ മലയാളം പഠിക്കുന്നായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അമ്മ അവരോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കണേ. ബിക്കോസ് അല്ലാണ്ട് ഈ പിള്ളേര് തിരിച്ചു പറയില്ല. ഇങ്ങനെ ഒരു നോട്ടാണ് ആ ചെറുതൊക്കെ. അതുകൊണ്ട് പിന്നെ പക്ഷെ അതുണ്ടായില്ല കേട്ടോ. അതായിരിക്കും ഒരു ഹൈലൈറ്റ്. ഇവന്മാര് 2 ഭയങ്കര മലയാളം പറയുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ട് ഇവരിങ്ങനെ മലയാളം പറയുന്നതൊക്കെ കാണാൻ. അത് മാത്രം നടന്നില്ല. പക്ഷെ സ്കൂളിലും ഡേ കെയറും ഒക്കെ കുറെ പോയി. കുട്ടികളുടെ ഒരു ലിവിങ് സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാന്നൊക്കെ അറിയാൻ പറ്റി. ഗ്രാൻഡ് പേരൻസ് ഡേ 2 പേരുടെയും കിട്ടി. സാനുവിന്റെ കോൺസേർട്സ് കിട്ടി. സാഷുവിന്റെ കുറെ എന്തൊക്കെയോ ഇവന്റ്സ് ഉണ്ടായിരുന്നല്ലോ. ഒരു ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല. ദാറ്റ്സ് ട്രൂ. അയ്യായ വന്നിട്ട് കോൾഡും കുറച്ചൊക്കെ ഫ്ലൂ ഒക്കെ വന്നിരുന്നു കേട്ടോ. അതൊരു അൺഫോർച്ചുനേറ്റ്. അപ്പൊ അന്നൊക്കെ പ്ലാൻ ചെയ്ത കുറെ കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ അമ്മ ബോളിങ് പോയത് ഭയങ്കര ഇഷ്ടമായി. അത് വമ്പൻ ഷോ ആയിരുന്നു കേട്ടോ അന്ന്. അത് കാണേണ്ട സംഭവം. ഞാനത് ഈ വീഡിയോയിൽ ഇപ്പൊ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞാൽ. ബോളിംഗ് ഇല്ലേ ഇവിടെ, ഇങ്ങനെ ബോളിംഗ് ആലിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ റോളിങ് ചെയ്ത പിൻസ് വീഴ്ത്തുന്ന സംഭവം, അതങ്ങട് ഒരു ഹരം പിടിച്ചു. ആദ്യമൊക്കെ ഭയങ്കര നാ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ഒരു എന്താ ഇത് കിട്ടിയപ്പോ അല്ലെ, നാക്ക് കിട്ടിയപ്പോ ഫുൾ സ്ട്രൈക്ക് ഒക്കെ അടിക്കണു, ചാടണു, ഭയങ്കര സംഭവം. അത് ഇഷ്ടപ്പെട്ടു തോന്നി. അത് വലിയ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഇവിടെ എനിക്ക് തോന്നി വളരെ വളരെ കാണണം എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞ സംഭവമായിരുന്നു ബസ് കയറുക. അതെന്താ അനാവശ്യ മോഹം എനിക്ക് നല്ല നല്ല സുഖാതല്ലേ പോവാൻ. ട്രെയിൻ മറ്റേ മെട്രോ പിടിച്ചിട്ട് പോകുമ്പോഴും നല്ലത്. അത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടം. മെട്രോ ഇഷ്ടമാണ്. പക്ഷെ ബസ് വലിയ ഇഷ്ടമായി. നമ്മളിവിടെ അധികം ബസ് ആക്ച്വലി ബസ് അത്ര ഇഷ്ടം. എനിക്ക് എന്തോ മോഷൻ സിക്നസ് ഒക്കെ വരും. ഇപ്പൊ ഒരു മാക്സിമം ½ an hour ഉള്ളിലത്തെ ബസ് റൈഡ്സിൽ ഞാൻ പോവാറുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ ബസ്സും കയറി. ലോങ് ട്രിപ്സ് അല്ല, ഷോർട്ട് ട്രിപ്സ് ആണ് പറ്റുന്നത്. വീണ്ടും മുന്നേ തന്നെ കയറാം. ഇവിടെ ബസ് സ്റ്റോപ്പ് നമ്മുടെ മുന്നില്ല, അന്നും അവിടെ തന്നെ ഇറങ്ങാം. അതുകൊണ്ട് നമുക്ക് സുഖമാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബസ് റൈഡ്സ്, കുറച്ച് അമ്മയ്ക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ബസ്സിൽ വെറുതെ വണ്ടി എടുക്കാണ്ട് ബസ് കയറി പോലൊക്കെ ആയിരുന്നു. പിന്നെ ഞാനൊരു കിടിലൻ ഡ്രൈവറൊന്നും അല്ല. എൻ്റെ ഒരു ഡ്രൈവിംഗ് സ്കിൽസിന് അമ്മയ്ക്ക് കുഴപ്പം തോന്നിയില്ല. പക്ഷെ എനിക്കറിയാലോ കൊക്കെ എത്ര കുളം കണ്ടതാ. അതുമാതിരി എന്റെ ഡ്രൈവിംഗ് സ്കിൽസ് എന്താന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദൂരെയൊന്നും പോവാൻ പറ്റില്ല. കുഴപ്പമില്ലാണ്ടൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. എന്നെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കുറെ പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. അതെ, നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഇവർക്ക്. അതെ, ശരിക്കും നമ്മുടെ മക്കളെ പോലെയുള്ള ഫ്രണ്ട്സാ. അതെ അതെ, കുട്ടികൾക്കൊക്കെ വലിയ കാര്യമാണ്. എല്ലാരും കണ്ടിരുന്നു, എല്ലാരും കണ്ടു. അതെ അതെ, അതൊരു വലിയ കാര്യം കേട്ടോ. ബിക്കോസ് നമ്മളിവിടെ ഒരു വേറെ കൺട്രിയിൽ താമസിക്കുമ്പോൾ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ഓഫ്കോഴ്സ് നമ്മുടെ റിലേറ്റീവ്സും ഉണ്ട് നമുക്കിവിടെ. അപ്പൊ അമ്മയുടെ വല്യമ്മയുടെ മോള്, ഫാമിലി എല്ലാവരും വരും.
അവർ വരും, അവരുടെ അടുത്ത് പോവും. അപ്പോൾ അതൊക്കെ ഉണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അച്ഛൻ്റെ സൈഡിലുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, കസിൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെയൊക്കെ കാണാനും പറ്റി. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവിടുത്തെ, നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അറൗണ്ട് ദ സെയിം ഏജ്, നമ്മളെ പോലെ തന്നെയുള്ള ഫാമിലീസ്. പിന്നെ അവരെ കുറേ പേര് നിങ്ങൾക്കും അറിയാം. അപ്പം മീരനെയും കലേനെയും ഒക്കെ ചാനലിലുള്ള കാണുന്നവർക്കൊക്കെ അറിയാം. രാജുവിനെയും സിബിനെയും കുട്ടോളെയും ഒക്കെ എല്ലാവർക്കും അറിയാം. ബട്ട് അതല്ലാണ്ടും ഒരു എക്സ്റ്റെൻഡഡ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് എനിക്കിവിടെ ഉണ്ട്. അവരൊന്നും ഞാൻ ക്യാമറയിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അതിന് കുറേ പേര് എൻ്റെ ചാനലിൽ കൂടെ പരിചയപ്പെട്ടവരാണ് കേട്ടോ. ചാനലിൽ കൂടെ എന്നെ കോൺടാക്ട് ചെയ്ത് നേരിട്ട് കാണണം പറഞ്ഞ് അവരെന്നെ ഓരോന്നൊക്കെ പ്ലാൻ ചെയ്ത് കണ്ട്, പിന്നെ നമുക്ക് ചിലരായിട്ട് ഇത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യും. സോ വെൻ വി ബിക്കം ലൈക്ക് ക്ലോസ് ഫ്രണ്ട്സ്. അങ്ങനെ ഉള്ളൊരു ഫ്രണ്ട് ചന്ദ്രശേഖർ ശരിക്കും ഉള്ള ബ്രദർ പോലെ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെ, ചന്ദ്രുവിന്റെ ഫാനാണ് അമ്മ. മക്കളും നല്ല മിടുക്കന്മാർ. അതെ അതെ അതെ, തന്നെയും എല്ലാവരെയും കാണാം. കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ നല്ല മിടുക്കന്മാര്. മീരയുടെ മോളും അതെ അതെ കുട്ടികളൊക്കെ, സിബിന്റെ മോൻ, 2 കുട്ടികള്, എല്ലാവരും കുട്ടികളൊക്കെ കാണാൻ പറ്റി. കുട്ടികളെ കാണാൻ പറ്റി. പിന്നെ ഉള്ള ചാനല് കണ്ട് കൊറേ പേര് ഇവിടെ കൊറേ പരിചയപ്പെട്ട് അങ്ങനെ കൊറേ പേരെ ഒക്കെ. അതെ അതെ, അമ്മേനെ ഷോമ അങ്ങനെ കുറച്ച് പേര്. അതെ, അവരൊക്കെ ഇവിടെ വന്നിട്ടും കാണാൻ പറ്റി. നാളെ വീട്ടിലുകളിൽ പോയിട്ടുണ്ട്, അവരുടെ കൂടെ പുറത്തും കറങ്ങാൻ പോയിട്ടുണ്ട്. സോ അങ്ങനെ കുറേ ചാനൽ ത്രൂ പരിചയപ്പെട്ടിട്ടുള്ള ഒരു എക്സ്റ്റെൻഡഡ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് എനിക്ക്. അവരൊക്കെ വന്നിരുന്നു കേട്ടോ അമ്മേനെ കാണാനൊക്കെ. സോ വിച്ച് ഇസ് റിയലി നൈസ്, ബിക്കോസ് ഇവിടെ അത്രയും ഫാസ്റ്റ് ആണ് ലൈഫ്. നമുക്കൊന്നിനൊരു സമയമില്ല, എവറിത്തിങ് ഒരു ചിട്ടയിലാണ് നടക്കണേ. ഒരു മോളെ കാണാൻ പറ്റിയിരുന്നില്ല, പ്രിയനെ. അതെ, അവളെ അന്വേഷിച്ചിരുന്നു, അവള് കണ്ടില്ലല്ലോ. പക്ഷെ എനിക്ക് അവളെയും കാണാൻ പറ്റി. ലാസ്റ്റ് മിനിറ്റില് 2 ദിവസം മുന്നേ അവരെയും കാണാൻ പറ്റി. അതെ അതെ അതെ, ഫാമിലി കാണാൻ പറ്റാത്തവരും ഉണ്ട് അൺഫോർച്ചുനേറ്റ്ലി, ബിക്കോസ് എല്ലാം കൂടെ അവിടെ വർക്കൗട്ട് ആവാത്തതുകൊണ്ട് കാണാൻ പറ്റാത്ത ചിലവരുണ്ട്. അതിലെനിക്ക് ഓർത്ത് പറയാനുള്ളത് നമ്മുടെ സുമി എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തന്നെയാണ്, സുമീസ് കിച്ചൺ. അതെ, ഞാൻ അവരുടെ ഭക്ഷണത്തിനെ കുറിച്ചിട്ട് കുറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തന്നെ കാണാൻ പറ്റിയില്ല. അത് നാള് വരുമ്പോഴും കൂടെ, അത് പക്ഷെ നട്ടപ്പാതിരാത്രിയായി. അവരുടെ വീട്ടിന്റെ അത് കൂടെ വരുമ്പോ അയ്യോ ഇത്തന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അത് തന്നെ നടന്നില്ല. പക്ഷെ അമ്മ 3 സ്റ്റേറ്റ് ഓസ്ട്രേലിയയിൽ കവർ ചെയ്തു. അത് വലിയ കാര്യം. 6 months ടൈം. ക്വീൻസ്ലാൻഡ്, ന്യൂ സൗത്ത് വെയിൽസ് ആൻഡ് ACT, ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി, 3 സ്റ്റേറ്റുകൾ അമ്മയ്ക്ക് വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റി അല്ലേ. പിന്നെ എനിക്ക് തോന്നിയ സംഭവം മീൻസ് ഫുഡ് എക്സ്പ്ലോറിങ്. അയ്യോ കുറേ കഴിച്ചു. ഞാനൊരു ഫുഡ് അടിക്കാരിയാണ്. എനിക്ക് നല്ലോണം ഇഷ്ടമാണ് അതും ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാനും കഴിക്കാനും. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ഏകദേശം അമ്മയ്ക്കും ഇഷ്ടമാവും തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ കഴിപ്പിക്കാനും പറ്റി. അപ്പോൾ ഫുഡുകൾ പല സാധനങ്ങളും ഞാൻ ചോദിച്ചാൽ അമ്മയ്ക്ക് ഇതാണോ ഇഷ്ടമായി അതാണോ ഇഷ്ടമായി, എല്ലാം ഇഷ്ടമായി. സുനിലിന് സൺഡേ മാത്രമേ പറ്റുള്ളൂ. ലോങ് ട്രിപ്പൊക്കെ സൺഡേസ് ആണ് അങ്ങനത്തെ ട്രിപ്പ്. ബിക്കോസ് എന്നെ കൊണ്ട് ഓടിക്കാൻ എൻ്റെ ഒരു റേഡിയസ് ഉണ്ട്. ആ റേഡിയസിന് അപ്പുറത്തേക്ക് ഞാനെല്ലാം ഓടിക്കാറ്. അപ്പോൾ അതൊക്കെ സൺഡേസ് നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ ഒരു 6 മാസം അവിടെ കടന്നുകൂടി. അമ്മ സ്വാദിഷ്ടമായ കുറേ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു നമുക്ക്, അല്ലേ. കുറേ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഞാൻ 6 മാസം അടുക്കളയിൽ കയറിയിട്ടില്ല. ഞാൻ എല്ലാവരോടും ഇതാ പറയണേ, എന്താ എവിടെയാ ഒന്നും എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ലാണ്ടേ. ഇപ്പം അമ്മ ഇപ്പോൾ വിത്തിൻ ഫ്യൂ ഡേയ്സ് തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക്. അപ്പോൾ അതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ബാക്ക് ടു ലൈഫ് ഫ്രം സ്ക്രാച്ച്, എനിക്ക് ആകെ ഒരു തലയ്ക്ക് എന്തോ മാതിരി. അപ്പോൾ എങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ഇറ്റ് ഹാസ് ബിൻ എ ബ്യൂട്ടിഫുൾ ജേർണി ഐ ഫീൽ. അപ്പോൾ ഈ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. തൽക്കാലം ഇപ്പോൾ ജോലിയുടെ ഇടയിൽ ഞാനൊരു ലഞ്ച് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് ചട്കാസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം നമുക്ക് പോകാൻ പറ്റുള്ളൂ, പിന്നെ നമ്മൾ ഊബർ എന്തോ ചെയ്തിരുന്നുള്ളൂ. അവിടെ പോയി കഴിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഒരു ഇതാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഒരേ സ്ഥലത്ത് പോകാണ്ട് നമ്മൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ട് ഇത് വീണ്ടും പോയി ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തൊട്ട് തന്നെയാണ്, ഈ ബെലവെസ്റ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടേക്കൊന്ന് ലഞ്ചിന് ഇറങ്ങുകയാണ്. ആ നേരം കൊണ്ട് ബാക്കി കുറച്ച് വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കവർ ചെയ്തതെന്നുള്ളത് കണ്ടിട്ട് വരും. ഓക്കെ, അമ്മ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പുള്ള കുറച്ച് പരിപാടികളാട്ടോ. ബസ്സിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതാ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ നിൽക്കണേ. ചെറുതിനെ പ്രാമിലിട്ടുണ്ട്, ഞാനും അമ്മയും സാനുവും കുട്ടിയും. ചെറുതിനെ
അതിൻ്റെ പാട്ടും കേട്ടിട്ട് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുന്നത് റൗസിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഈ ഒരു ദിവസം ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ കൂടിയിട്ട് ഹോളി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. സോ വി ഓൾ പാർട്ടിസിപ്പേറ്റഡ്. കളറൊക്കെ പൂശി കുട്ടികളതൊക്കെ കണ്ടു. അമ്മയ്ക്കും ഇതിലൊക്കെ കൂടാൻ പറ്റി. സോ ദാറ്റ് വാസ് എ ഫൺ എക്സ്പീരിയൻസ്. സോ ബസ്സിൽ കയറാനുള്ള പരിപാടിയായിരുന്നു അത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബൗളിങ് അമ്മയ്ക്ക് അങ്ങോട്ട് ഒരു ഹരമായി എന്നുള്ളത്. നമ്മുടെ വീടിനടുത്ത് കാസൽ ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ബൗളിങ് ആലി ഉണ്ട്. നമ്മൾ കുറച്ച് വൈകുന്നേരം പോയപ്പോൾ നല്ല എംപ്റ്റി ആയിരുന്നു. സോ ഈസിലി ഗോട്ട് ടു പ്ലേ. ഞാനും അമ്മയും സാനും കൂടിയിട്ടാണ് കേട്ടോ പോയത്. സോ ഗ്രൂപ്പായിട്ട് നമ്മൾ എപ്പോഴും പോകുന്നതാണ്. ഇറ്റ്സ് നൈസർ വെൻ യു ഗോ ഇൻ എ ഗ്രൂപ്പ്. നമ്മൾ ആദ്യം അമ്മയ്ക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അതായിരിക്കും നല്ലത്. അപ്പൊ കണ്ടോ അവിടെ ഫ്രഷ് സെറ്റ് വന്നിട്ടുണ്ട്. ആഹാ അടിപൊളി, അടിപൊളിയല്ലോ. അയ്യോ അടിപൊളിയല്ലോ. അതൊന്നും ഒന്നുമല്ല കേട്ടോ. ഇതൊക്കെ അമ്മ സ്റ്റാർട്ടിങ് ആണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര ഹരം കയറി അതിൻ്റെ നാക്കും കിട്ടി എറിഞ്ഞ് തകർക്കുമായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ സ്റ്റാൻഡ് പോലത്തെ സാധനവും കിട്ടും കേട്ടോ. സോ ഇഫ് യു ആർ ഗോയിങ് വിത്ത് റിയലി യങ് കിഡ്സ്, ഇപ്പോൾ യൂസ് ചെയ്തിട്ടവർക്ക് വേണ്ടി പറയുകയാണ്, അവർക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് പോലത്തെ സാധനം വെച്ചിട്ടും കളിക്കാം ഇഫ് ദ ബോൾ ഇസ് ടു ഹെവി ഫോർ ദം. നമ്മൾ പിന്നെ കുറേ കളിച്ച് ശീലമുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒരു എക്സ്പെർട്ടീസ് ഉണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ അമ്മയൊക്കെ ആദ്യത്തെ പ്രാവശ്യം കളിച്ച് തകർത്ത് വീഴ്ത്തായിരുന്നു കേട്ടോ. ബോളിങ് തകർത്ത മാതിരി തന്നെ നമുക്ക് ഇഷ്ടമായ ഒരു സംഭവമാണ് കേട്ടോ ഈ സിഡ്നി മെട്രോയിൽ ട്രാവൽ ചെയ്യൽ. നമ്മൾ ഒരു വർക്കിംഗ് ഡേ ആണ് പോയത്. തിരക്കൊന്നുമില്ലായിരുന്നു. ഇത് ഡ്രൈവർലെസ് ട്രെയിൻസ് ആയതുകൊണ്ട് ഒന്നുമില്ല. അപ്പോൾ അമ്മയ്ക്ക് കാണാൻ വേണ്ടി ഏറ്റവും മുമ്പിലത്തെ സീറ്റിൽ തന്നെ പോയി നിന്നു കേട്ടോ. കുറേ നേരം അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് അമ്മയ്ക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമായി. ഞാൻ എൻജോയ് ചെയ്ത് കാണുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ ആദ്യം ഈ ഒരു ദിവസം പോയത് എൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള ബാരംഗറു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഓഫീസിൻ്റെ ലൊക്കേഷനും. അപ്പോൾ ഇവിടെ അമ്മേനെ ഒന്ന് കൊണ്ടുപോയി. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഇഷ്ടമായോ? അമ്മയ്ക്ക് പിന്നെ ഇങ്ങനെ നടന്ന് കാഴ്ചയൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. ആൻഡ് ഷീ ഡസൻറ്റ് ഹാവ് ടു മെനി ഇഷ്യൂസ് ലൈക്ക് നടക്കാനോ അങ്ങനെ ഹെസിറ്റേഷനൊന്നും ഇല്ലാത്ത ആളാണ്. പിന്നെ ബാരംഗറു ഇസ് എ ബ്യൂട്ടിഫുൾ ഏരിയ. ഞാൻ ഈ കാണിച്ചു തരുന്നതൊക്കെ പിന്നെ പുതിയതായിട്ട് സിഡ്നി വന്നവർക്കോ അല്ലെങ്കിൽ പിന്നെ സിഡ്നിയിൽ ഫാമിലീസ് വന്ന് ടൂറിസ്റ്റ് ഗൈഡായിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ കാണിക്കാമെന്നും കൂടെയാണ് കേട്ടോ. ബിക്കോസ് ഇതൊക്കെ അമ്മ ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് കണ്ട സ്ഥലങ്ങളായിരുന്നു. ഈ മരങ്ങളും പ്രകൃതി നേച്ചർ ഐറ്റംസൊക്കെ ആളുടെ വീക്ക്നെസ്സാണ്. സോ ഹൗ ബ്യൂട്ടിഫുൾ എ സിറ്റി ഹാസ് ബീൻ മെയിൻറ്റെയിൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ അങ്ങനെ കാണുമായിരുന്നു. പ്ലസ് ദ സിറ്റി സൈഡ് ഓഫ് തിങ്സ് ക്രൗൺ ആണത്. അതിൻ്റെ തൊട്ടന്നെ ഇങ്ങനെ ഒരു ഓപ്പൺ എയർ സിനിമയൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാർക്ക് രാത്രിയാകുമ്പോൾ കിടന്നിട്ട് സിനിമയൊക്കെ കാണാം, ആ ബെഡിലും കിടന്ന്. അപ്പോൾ അതൊക്കെ ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ ഹർ ആൻഡ് ഐ വാസ് റിയലി ഗ്ലാഡ് ദാറ്റ് ഷീ എൻജോയ്ഡ് എവറി മൂമെൻറ്റ് ഓഫ് ദിസ് സ്റ്റോ. ക്രൗണിൻ്റെ ഉള്ളിലേക്കും ഞാൻ കൊണ്ടുപോയി. ഇത് ഈ എന്താ പറയുക ഗാംബ്ലിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്പോട്ടാണ്. നമ്മൾ ഗാംബ്ലേഴ്സ് അല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ദ ബിൽഡിങ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് എവറിത്തിങ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ ഹിയർ. സോ അതൊക്കെ നമ്മെ കാണിച്ചു കൊടുക്കാൻ പറ്റി. എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് എവറിത്തിങ് വാസ് ഇറ്റ് വർക്ക്ഡ് ഔട്ട് വെൽ ടൈം വൈസ്. ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്. പിന്നെ ബാരംഗറൂരിലുള്ള ഒട്ടുമിക്ക ഹോട്ടലും ഫുഡ്സ് ഔട്ട്ലെറ്റ്സിലും ഞാൻ കയറിയിട്ടുണ്ട്. ഈ ഷോർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഡോണറ്റ്സ് ആർ വെരി ഫേമസ്. ദേ നോട്ട് ലൈക്ക് നോർമലി കിട്ടുന്ന ഡോണറ്റ്സ്. അപ്പോൾ ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ഒരു വർക്ക് ലൈഫ് കാണാണ്ടായിരുന്നു. ഇതൊക്കെ അമ്മ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ജലാറ്റോ പ്ലേസ് ഉണ്ട് റിവറീനോ. ഇവിടെയും കയറ്റി എൻ്റെ ഫേവറേറ്റ് ഫ്ലേവേഴ്സൊക്കെ കഴിപ്പിച്ചു. ഈ ബ്യൂട്ടിഫുൾ ഒരു ലൊക്കേഷനാണ്. നല്ല ഭംഗിയുള്ള ബിൽഡിങ്സും ഇറ്റ് വാസ് ബസിങ് വിത്ത് ക്രൗഡ്. ഇറ്റ് വാസ് റിയലി നൈസ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ.
ബാരങ്കറു എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഹാർബർ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു കേട്ടോ. പെരുമോൺ ബ്രിഡ്ജിൻ്റെ അവിടെ വരെ എത്തി. ഇതൊരു ഫേമസ് ലൊക്കേഷനാണ്. ഇവിടെ ലിഫ്റ്റോ അല്ലെങ്കിൽ എസ്കലേറ്ററൊക്കെ പിടിച്ചിട്ട് മുകളിൽ വരെ കയറാം. ആൻഡ് യു ക്യാൻ സീ എ നൈസർ വ്യൂ ഓഫ് ദ ഹാർബർ. ഇവിടുന്ന് 2 സൈഡ് ഓഫ് ദ ഹാർബറായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇറ്റ്സ് ലൈക്ക് ഡാർലിംഗ് ഹാർബറിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ അമ്മ ഈ ബ്രിഡ്ജ് ഒന്നും പണ്ട് വന്നപ്പോഴൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. സിറ്റിയിൽ പിന്നെ ഇഷ്ടംമാതിരി ഫുഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ സ്നിറ്റ്സലാണിത്. ഇതൊക്കെ അമ്മയ്ക്ക് വാങ്ങി കൊടുത്ത് ട്രൈ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റി ഈ ഒരു വിസിറ്റിൽ. ഷീ ലവ്ഡ് ഓൾ ഓഫ് ദിസ് സ്റ്റോ. സോ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനത്തെയൊക്കെ കൂടെ പോയി കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ നമ്മൾ ഹേ മാർക്കറ്റ് സൈഡും കൂടെ കവർ ചെയ്തു കേട്ടോ. ഇത് കുറേ എന്താ പറയുക, മാർക്കറ്റ് പോലെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് സൈഡ് ഓഫ് ദ സിറ്റി. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിനോ ടു ഷോ ഹർ ദിസ് ഇസ് വെൽ. ഇവിടെയും കൂടെ നമ്മൾ പോയി. പിന്നെ ഓഫ് കോഴ്സ് ബസ് അമ്മയ്ക്ക് ഇഷ്ടമായി പറഞ്ഞല്ലോ. വീണ്ടും നമ്മളൊരു ബസ് യാത്രയിലാണ്. ഇന്ന് നമ്മൾ ബസ്സും കയറി പോണത് ഇസ് അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്, ഗ്രൗണ്ട്സ് ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പോണേ. ബസ്സിൽ കയറി. പിന്നെ നമ്മൾ മെട്രോ ഒക്കെ പിടിച്ച്. അമ്മയ്ക്കിപ്പോൾ മെട്രോ ഒക്കെ കയറാൻ പുഷ്പം പോലെ അറിയാട്ടാ. ഓപ്പൽ കാർഡ് സ്കാൻ ചെയ്യണു, മെട്രോ കയറണു, ഭയങ്കര സംഭവം. ഇഷ്ടമല്ല സീറ്റ് ഏത് ക്യാരേജിൽ കയറണം, എവിടെ കയറിയാലാണ് നല്ല വ്യൂ, എല്ലാം പഠിച്ചു കേട്ടോ. കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളിപ്പോൾ അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. സോ ദ ഈസിയസ്റ്റ് വേ ഐ തോട്ട് വാസ് സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോപ്പുണ്ട് മെട്രോൻ്റെ. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്കൊരു ക്വിക്ക് ക്യാബ് പിടിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ഊബർ പിടിച്ചിട്ട് പോകാം. ബട്ട് സെൻട്രൽ ഏരിയയും കൂടെ കാണിച്ചു കൊടുക്കാൻ വെച്ചു അമ്മയ്ക്ക്. ഇത് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ദ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും കൂടെയാണ് സിഡ്നിയുടെ. ഇറ്റ്സ് മാസീവ് ആൻഡ് ഇറ്റ്സ് റിയലി നൈസ് ടു സീ, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ടു സീ just that central station, the old side of it and the new side of it. അപ്പോൾ അതൊക്കെ ഒന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. ആൻഡ് ദ വെദർ വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ കേട്ടോ. നോട്ട് കോൾഡ്, നോട്ട് ഹോട്ട്. അപ്പോൾ പക്ഷികളും ഈ സെൻട്രൽ എന്ന് പറയുന്ന ആ സ്ഥലം തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ് സിറ്റി ആയിട്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി. ട്രാമൊക്കെ പോണു. ആൻഡ് ദെൻ വി തോട്ട് ലെറ്റ്സ് ജസ്റ്റ് ക്വിക്ക്ലി ഹാവ് സം കോഫി ബിഫോർ വി എക്സ്പ്ലോർ അലക്സാൻഡ്രിയ. അപ്പോൾ സെൻട്രലിൽ തന്നെയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള അങ്ങനത്തെ കോഫി ഷോപ്പിലൊക്കെ കയറി നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വെരി ബ്യൂട്ടിഫുൾ മെമ്മറീസ് കേട്ടോ. ഇതൊക്കെ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അമ്മയുടെ കൂടെ എനിക്ക് സെൻട്രലും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. നമ്മളൊരു ഊബർ പിടിച്ചു അവിടുന്ന്. എന്താ നമ്മളിവിടെ എത്തിക്കുകയാണ്. ദിസ് ഈസ് ദ വെരി ബ്യൂട്ടിഫുൾ ഗ്രൗണ്ട്സ് ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. ബേസിക്കലി ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പലതരം ഫുഡൊക്കെ ഇവിടെ കിട്ടും. ഇവിടുത്തെ ടൈപ്പ് ഓഫ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം. ബട്ട് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതാണ്. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് നമ്മൾക്ക് ഭക്ഷണത്തിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഈ ഒരു ഏരിയ ആണ് എൻജോയ് ചെയ്യുക. പാർട്ടീസ് നടത്താനോ അല്ലെങ്കിൽ വെറുതെ പോയിട്ടൊന്ന് കോഫി കുടിക്കാനോ ലഞ്ച് ഡിന്നറിനൊക്കെ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കേട്ടോ. ഫോട്ടോ എടുത്തിട്ട് മതിയായില്ല എനിക്ക്. ഈ സ്ഥലം നോക്കും, ഇവിടേക്ക് ഒരു വെഡിങ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യായിരുന്നു. റിയലി റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് വർത്ത് വിസിറ്റിംഗ്. ഇവിടെ എവിടേക്കാ ഷോട്ട്സ് എടുക്കുക, എവിടെ നിന്നൊക്കെ നോക്കിയാലും നല്ല ഭംഗിയുള്ള ലൊക്കേഷൻ. അമ്മയ്ക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ആ റിസീറ്റ് കാണിച്ചാൽ വേറെ ഒരു ഏരിയ ഉണ്ട് വൈ വി ക്യാൻ എക്സ്പ്ലോർ. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ പ്രോപ്പർ കഫേ ടൈപ്പ് റെസ്റ്റോറൻറ്റ് തന്നെയാണത്. അപ്പോൾ ആ റിസീറ്റ് നമ്മളിവിടെ കാണിച്ചാൽ തുറന്നു തരുന്ന ഏരിയ ആണ് ഇത് കേട്ടോ. ഇത് ഓരോ സമയത്തും സീസൺ അനുസരിച്ച് ഇതിൻ്റെ ഡിസ്പ്ലേ മാറും. ഒരു ഫുൾ ഗ്രൗണ്ടാണ്. ഇവിടെ ഇപ്പോൾ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി റിലീസ് ആവാറായിട്ടുണ്ട്. അപ്പോൾ സ്നോ വൈറ്റിൻ്റെ തീമിലായിരുന്നു ഇപ്രാവശ്യം അത് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. ഒരു 5-6 വയസ്സ് തൊട്ടിട്ട് ഒരു ഐ തിങ്ക് അറൗണ്ട് 8-9 വരെയുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും സ്നോ വൈറ്റിൻ്റെയൊക്കെ കഥയൊക്കെ അറിയണവർ. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോറൽ തീം, ഒരു ഫോറസ്റ്റ് പോലെ ഒരു എൻചാൻറ്റഡ് ലുക്കിലാണ് അവരത് ഫുൾ ചെയ്തിരുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഫേക്ക് ആണെങ്കിലും നമുക്ക് ഭയങ്കര ഭംഗി തോന്നുന്നു. അത്ര രസമായിരുന്നു. പൂക്കളും പിന്നെ ഫ്രൂട്ട്സ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നതും ഫോട്ടോ എടുത്തെടുത്തെടുത്ത് എൻ്റെ ഒരു ഫോണിൻ്റെ മെമ്മറി തീർന്നു. അത്ര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അത് നോക്കും, മോസ് വരെ ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നു. വാസ് എ നൈസ് ബ്ലൂ ബ്രൈറ്റ് സ്കൈ ഉള്ളൊരു ദിവസം. അപ്പോൾ ഇറ്റ് വാസ് റിയലി നൈസ് ഇതൊക്കെ ഒന്ന് അമ്മയുടെ കൂടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ. ഓരോ ആംഗിളിൽ നിന്ന് നോക്കിയാലും ഇപ്പോൾ നിങ്ങളൊക്കെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു വിൽ ലവ് ദിസ് പ്ലേസ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ് ആയിരുന്നു. നമ്മൾ പോയതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ക്രൗഡഡ്. എന്നാലും ടൂറിസ്റ്റ് കുറേ ഉണ്ട്. ഇത് കണ്ടില്ലേ, സ്നോ വൈറ്റിൻ്റെ തീമിലാണ് പ്രാവശ്യം അതൊക്കെ ചെയ്തിരിക്കണേ. നിങ്ങളിപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ വേറെ തീമായിരിക്കും കേട്ടോ. നമ്മൾ പോയിരുന്നപ്പോൾ സ്നോ വൈറ്റിൻ്റെ തീമായിരുന്നു ആൻഡ് വാസ് റിയലി എക്സൈറ്റിംഗ്.
നല്ല ക്ലിയർ ഡേ ആയതുകൊണ്ട് നല്ല റൂഫൊക്കെ ഇങ്ങനെ തുറന്ന് വിടർന്ന് കിടക്കണ ഇലക്ട്രിക് കാറിൻ്റെ ഊബർ നമ്മൾ വിളിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഭംഗിയിൽ ഇതൊക്കെ ആസ്വദിക്കാനും കൂടെ പറ്റി. അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ പോയത് പിന്നെ സിഡ്നിയിലുള്ള ബൊട്ടാണിക് ഗാർഡൻസിലാണ്, ഇത് റോയൽ ബൊട്ടാണിക് ഗാർഡൻസ്. അവിടെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ സെൻറ്ററൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. ബട്ട് ബേസിക്കലി ഇറ്റ്സ് എ ബൊട്ടാണിക് ഗാർഡൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രീസ്, പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് എല്ലാം കണ്ട് സിറ്റിയുടെ ഒത്തു നടുക്കുന്നത്, അവിടെയൊക്കെ കണ്ടില്ലേ സിറ്റിയാണ്, അതിൻ്റെയൊക്കെ ഒത്തു നടുക്കാണ് ഈ ഒരു സംഭവം. കാട്, ചെടി, പൂവ്, ഇല, മല ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇതിനകത്തേക്ക് ഫ്രീ എൻട്രി ആണ് ആൻഡ് മണിക്കൂർ കണക്കിന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. അവിടെ ഒരു ലേക്ക് ഉണ്ട്, ഇതുപോലെ നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ പോയിരിക്കാം. എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ കണ്ട് വളരെ സന്തോഷമായി. ആൻഡ് ഐ വാസ് ഗ്ലാഡ് ഐ വാസ് ഏബിൾ ടു ബ്രിങ് ഹർ ഇങ്ങോട്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റും. ഒരു മരത്തിൻ്റെ അടിയിൽ ബെഞ്ച് കണ്ടപ്പോൾ അമ്മ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഞാൻ നോക്കിയപ്പോൾ കിടന്നുറങ്ങിയിരുന്നു കേട്ടോ. ഉച്ച നേരമല്ലേ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ല തണലും നല്ല കാറ്റൊക്കെ ആയിട്ട് സുഖമായിട്ട് അമ്മ കുറച്ച് നേരം കിടന്നുറങ്ങി. എന്ത് പീസ്ഫുള്ളല്ലേ. ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റിട്ട് നമ്മൾ വീണ്ടും നടക്കൽ തുടങ്ങി കേട്ടോ. ഇവിടെ കടലുണ്ട്, അപ്പോൾ അതും നമുക്കിങ്ങനെ ഭംഗി കണ്ട് ആസ്വദിക്കാം. ഒരു പ്രത്യേക ബ്ലൂ ആണ് സ്കൈ ടുഡേ, സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ വാട്ടർ എന്ന്. അപ്പോൾ അതും കണ്ടിട്ട് അവിടെ കുറേ പേര് ജോഗ് ചെയ്യണു, കുറേ പേര് ലഞ്ച് കഴിക്കാൻ വരണു, കുറേ പേര് ഉറങ്ങണു, എക്സസൈസ് ചെയ്യണു, യോഗ, ചിലർ ഈ ലാഫിങ് തെറാപ്പിയൊക്കെ ഇല്ലേ അങ്ങനത്തെയൊക്കെ കുറേ ചെയ്യണു. പിന്നെ അവിടുന്ന് കുറച്ചിങ്ങനെ നടന്നാൽ മിസ്സസ് മക്വാരീസ് ചെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തെത്തും. അതും ഇങ്ങനെ വെരി നാച്ചുറലി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ സ്ഥലങ്ങൾ ഇതുപോലെ നമ്മുടെ നാട്ടിലും ഉണ്ട്, അമ്മ പറയായിരുന്നു. പക്ഷേ വെതറിൻ്റെയോ ഇത് ക്ലെൻലിനെസ്സോ എന്തോ ഉണ്ട് വിച്ച് മേക്സ് ഇറ്റ് റിയലി സ്പെഷ്യൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാടും മലയും കണ്ട അമ്മ അപ്പം അങ്ങോട്ട് ഓടും. അപ്പോൾ അതാ ഈ മരം കണ്ടപ്പോൾ സന്തോഷം മൂത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയിരിക്കുക. എന്താ ഛർദിക്ക്. മിസ്സസ് മക്വാരീസ് ചേർന്ന് ഇങ്ങനെ കുറച്ചാണ് നടന്നാൽ നേരെ നമുക്ക് നമ്മുടെ ഓപ്പറ ഹൗസ് കാണാം കേട്ടോ. അമ്മയ്ക്ക് അറിയില്ലായിരുന്നു നമ്മൾ കാണാൻ പോകണമെന്ന്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ സ്വന്തം എൻ്റെ സ്വന്തം. അതെ, അമ്മയുടെ സ്വന്തം ഓപ്പറ ഹൗസിലാണ് കേട്ടോ. തിരിച്ചെത്തിക്കുകയാണ്. കുറേ കൊല്ലത്തിന് ശേഷം അമ്മ വീണ്ടും കാണുന്നത് ഭയങ്കര സന്തോഷമായി. ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള സ്ഥലമല്ലേ. അതിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ജലാട്ടവും വാങ്ങി. നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് കഴിക്കാൻ ബെസ്റ്റായിരുന്നു. മക്കഡേമിയ ഐസ്ക്രീം അമ്മ കഴിച്ചു. വേൾഡ് ഫേമസ് ഓപ്പറ ഹൗസ്. അതിൻ്റെ നേരെ ബാക്കിൽ കാണുന്നതാണ് ഹാർബർ ബ്രിഡ്ജും. ആണോ? ആ കാണുന്നത് ഫുൾ ഹാർബർ ബ്രിഡ്ജാണ്. ഇവിടെ ആക്ച്വലി ഹാർബർ ബ്രിഡ്ജ് അധികം കാണാമല്ലോ. ബട്ട് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ in the harbor. And yeah, we're here. Opera House. അമ്മയുടെ തുള്ളാട്ടം കണ്ടില്ലേ? അമ്മയുടെ സന്തോഷം കണ്ടത് അമ്മയാണിത് പണിത്. അമ്മ അങ്ങനത്തെ ടൂറിസ്റ്റി ലൊക്കേഷൻസൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു കേട്ടോ അവിടെ ഉള്ള സമയത്ത്. ഈ ഓപ്പറ ഹൗസിൽ കണ്ടതും ആ സ്റ്റെപ്പൊക്കെ കയറി ഓടിച്ചാടി കയറി പോയിട്ടോ. ഏറ്റവും വെള്ളമെത്തിയാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും ദ ഹാർബർ ആൻഡ് ദ സർക്കുലർ കീ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കുറേ മേജർ ഈവൻസും ഒക്കെ നടക്കണ ഒരു ഐക്കോണിക് സ്പേസാണ് ഈ ഓപ്പറ ഹൗസ് എന്ന് പറയണേ. അപ്പോൾ അമ്മ വീണ്ടും അവിടെ തിരിച്ചെത്തിയതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഫുൾ ചാടി ഓടി ഫുൾ സ്ഥലം കാണുമായിരുന്നു. വേറൊരു ഐക്കോണിക് സ്ട്രക്ചർ, ഒരു ബ്രിഡ്ജ്. നല്ല കിടിലം വെതറുള്ള ദിവസം നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ നോക്കൂ, സണ്ണ് നോക്കൂ. സോ നമുക്ക് നല്ല സുഖമായിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അമ്മ അങ്ങനെ നോക്കി തൊഴുത് ഏതോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങണ മാതിരിയൊക്കെ അവിടുന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ടൂറിസ്റ്റായിട്ട് വരാച്ചാൽ അങ്ങനത്തെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകളും ഉണ്ട് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോണത്. ഈ സർക്കുലർ കീയിൽ എപ്പോഴും കാണുന്ന കേട്ടോ. അവിടുത്തെ അബോറിജിനൽസ് ആണ് അവരുടെ പെർഫോമൻസ് ആണ് കണ്ടത്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇൻ ദ സിറ്റി ഈസ് നൗ ഓവർ. ഇതൊക്കെയായിരുന്നു കേട്ടോ കുറച്ച് വിശേഷങ്ങൾ. ഞാൻ ചട്കാസിൽ അമ്മേനെ ലഞ്ചിന് കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ, ആദ്യത്തെ വിഷ്വൽസാണ് ഇതൊക്കെ. നമ്മൾ പോയിട്ട് അമ്മയ്ക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ചോളി ഭട്ടൂരിയും അതുമാതിരി പാവാജിയൊക്കെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കഴിച്ച് എൻജോയ് ചെയ്തു. പിന്നെ മിസ്സായ ഒരു സ്ഥലം പാർക്ക്ലിയിലുള്ള ഇഡ്ലി പ്രോജക്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അവിടെയും കൂടെ കൊണ്ടുപോകാൻ പറ്റിയ അമ്മേനെ. ആൻഡ് ദ ഫുഡ് വാസ് റിയലി ഗുഡ് കേട്ടോ.
പോണേൻ്റെ തലേന്നാണിത് കേട്ടോ. ഹമാര ഗാഡി കല്ലിവല്ല തന്നെയുള്ള റെസ്റ്റോറൻറ്റ് അമ്മയ്ക്കും വളരെ ഫേവറേറ്റ്സും കൂടിയായിരുന്നു. അപ്പോൾ അമ്മ പോണേൻ്റെ തലേന്ന് ഡിന്നർ ഇവിടുന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അമ്മയുടെയും നമ്മുടെയും മക്കളുടെ ഫേവറേറ്റ് കുറേ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് വി ഹാഡ് എ ബ്യൂട്ടിഫുൾ ഡിന്നർ ബിഫോർ വി ആർ റാപ്പിംഗ് അപ്പ് ആൻഡ് ഷീ ഈസ് റിട്ടേണിങ് ബാക്ക്. അമ്മ പോണ ഫ്ലൈറ്റ് 9 o'clock in the morning ആയിരുന്നു. അപ്പോൾ നമ്മൾ 4 മണിക്ക് എന്നിട്ട് റെഡി ആയിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോവാൻ നിൽക്കുകയാണ് എയർപോർട്ടിലേക്ക്. മുഖത്ത് എൻ്റെ ദുഃഖം കണ്ടാൽ മനസ്സിലാവില്ല. ഐ എം വെരി സാഡ് ഷീ ഈസ് ലീവിങ്. രാവിലെ സാഷുവിനെയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ സിഡ്നി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തിയത്. അമ്മയ്ക്കും നല്ല വിഷമമുണ്ടായിരുന്നു. കിഡ്സ് ആർ ഓൾസോ വെരി അപ്സെറ്റ്. പോവായി എന്നിങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി ഷീ ക്യാൻ കം ബാക്ക് വെരി സൂൺ. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ അമ്മയോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് അമ്മ അതാ തിരിച്ച് തൃശ്ശൂർക്ക് പോവുകയാണ്. സോ ഇറ്റ് വാസ് എ വെരി സാഡ് ഡേ ഫോർ അസ്. ഇങ്ങനെ പോകുമ്പോൾ വല്ലാണ്ട് കരഞ്ഞു പോയി നമ്മളൊക്കെ കേട്ടോ. ബിക്കോസ് 6 മാസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഭയങ്കര ക്വയറ്റായ മാതിരി വണ്ടിയിൽ കയറുമ്പോഴൊക്കെ എന്തോ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യായിരുന്നു വെൻ യു വർ ഗോയിങ് ബാക്ക് ഹോം. സോ യാ. ഹായ് ഗൈസ്, ഇതിൻ്റെ ഒരു വീഡിയോൻ്റെ ഒരു കൺക്ലൂഷൻ എടുക്കാൻ വേണ്ടി ഞാൻ 2 ദിവസമായിട്ട് അങ്ങനെ വിചാരിക്കണു. പക്ഷെ അങ്ങോട്ട് പറ്റണില്ല. ബിക്കോസ് ഭയങ്കര ഒരു എന്താ പറയുക എംപ്റ്റി ക്വയറ്റ് ഫീലിംഗ് ആയിപ്പോയിട്ടോ. നാട്ടിലെത്തി, സുഖമായിട്ടെത്തി. ട്രാവലിങ്ങിൽ ഇഷ്യൂസ് ഉണ്ടായില്ല. ഒരു ചെറിയ 10 minute അല്ല 1/2 an hour ഡിലേ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിന്. അമ്മ പോയത് ഇവിടുന്ന് സിഡ്നി ടു ബാംഗ്ലൂർ ദെൻ ബാംഗ്ലൂർ ടു കൊച്ചിൻ അങ്ങനത്തെ ഫ്ലൈറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൊച്ചിനിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റിന് ഒരു 1/2 മണിക്കൂർ ഡിലേ ഉണ്ടായി പറഞ്ഞു. ബട്ട് അതർവൈസ് ജേർണി വാസ് കംഫർട്ടബിൾ, ഫുഡ് വാസ് ഗുഡ്. നമ്മുടെ അറിയണ ഇവിടെ ഉള്ള ഒരു ഫ്രണ്ട്സും ഫാമിലിയും അവരൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഫ്രം സിഡ്നി ടു ബാംഗ്ലൂർ. പിന്നെ ഫ്ലൈറ്റിൽ നമ്മുടെ ചാനൽ കാണുന്ന ഒരു ഫാമിലീനെയും കണ്ടു. അവരമ്മേനെയൊക്കെ കണ്ടുപോയി സംസാരിച്ചു. പിന്നെ അവരുണ്ടായിരുന്നു കൊച്ചി വരെ. സോ അങ്ങനെ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്, വിച്ച് വാസ് റിയലി നൈസ്. ആൻഡ് നമ്മുടെ ചാനൽ ത്രൂവും കൂടെ കുറേ പേരിങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇറ്റ് വാസ് റിയലി നൈസ് ടു നോ ദാറ്റ് പീപ്പിൾ റെക്കഗ്നൈസ്ഡ് ഹർ. പോയി സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അങ്ങനെ അമ്മ നാട്ടിലെത്തി. ആൻഡ് ഐ എം ബാക്ക് ടു സ്ക്വയർ വൺ. ഇവിടെ ഭാഗ്യത്തിന് സാനുവിനൊക്കെ സ്കൂൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് അവളെങ്കിലും വീട്ടിലുണ്ട്. അതർവൈസ് ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആയി പോയേനെ എനിക്ക്. പിന്നെ അമ്മ എനിക്ക് കുറച്ച് ദിവസത്തിനുള്ള ഫുഡ് വരെ ഉണ്ടാക്കി വെച്ചിട്ടാട്ടോ പോയത്. ആൻഡ് ഇറ്റ്സ് എ വെരി ലോൺലി ഫീലിംഗ്. പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഹോളിഡേ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരു വിയേർഡ് ഫീലിംഗ്. ആ ഒരു ഫീലിങ്ങിലാണ്. ബട്ട് ഐ ഹാവ് ടു ബി താങ്ക്ഫുൾ ദാറ്റ് ഐ ഹാവ് ലൈക്ക് റിയലി ഗുഡ് ഫ്രണ്ട്സ് അവിടെ. അപ്പോൾ നമ്മൾ പോയതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ എല്ലാവരുടെയും കൂടിയിട്ട് നമ്മളൊരാളുടെ വീട്ടിലൊക്കെ കൂടി. ഞാൻ അങ്ങനെ ഇറ്റ്സ് ലൈക്ക് സ്ലോലി യു ആർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. അമ്മ അങ്ങനെ തന്നെയാണ്. ജെറ്റ് ലാഗ് ഒക്കെ ഉണ്ട്. ബട്ട് സ്ലോലി ഷീ ഈസ് ഓൾസോ ഗോയിങ് ടു സെറ്റിൽ ബാക്ക് ഇൻ ആൻഡ് ഹോപ്പ്ഫുള്ളി ഷീൽ കം ബാക്ക്. ഇവിടേക്ക് വേഗം കേട്ടോ. തണുപ്പൊക്കെ കാരണമാണ് നമുക്ക് ഇവിടെ അധികം നിൽക്കാനൊന്നും പറ്റില്ല. ആൻഡ് ഇവിടെ ഓട്ടമാണ്, ഇറ്റ്സ് ഗോയിങ് ടു ഗെറ്റ് കോൾഡർ, വിൻ്റർ വരെയാണ്. സോ അത് കൂടെ കൂടിയിട്ടാണ് അമ്മ റിട്ടേൺ ചെയ്തത്. ബട്ട് യാ, അങ്ങനെ 6 മാസത്തെ ഒരു പരിപാടി നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. അമ്മ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊരു ബിഗ് താങ്ക്സ് ടോ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ റീൽസിനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ലൈഫ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് ബിഫോർ. വീണ്ടും നമ്മൾ 4 പേര് വീട്ടിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് സാഡായിരുന്നു. ബട്ട് ഐ ഹോപ്പ് എവറിബഡി ലൈക്ക് ടു വാച്ച് ഈ ഒരു വീഡിയോ. നമ്മുടെ അപ്ഡേറ്റ്സൊക്കെ എല്ലാം അറിയിക്കുന്നതാണല്ലോ. ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയിക്കാറുണ്ട്. ഞാൻ അറിയിക്കാറുണ്ട് എല്ലാവരെയും. സോ അങ്ങനെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് മറക്കാതെ പ്ലീസ് സബ്സ്ക്രൈബും ചെയ്യൂ ചാനൽ. until we see you in the next video, this is bye from Shruti and bye from Sydney Malayali.